ഗുഡ് മോർണിംഗ്. ഞാനിന്ന് സംസാരിക്കുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരോടാണ്, ഭാവി തലമുറയോടാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾക്ക് ഈ ലോകത്തിനെ കീഴ്മേൽ മറിക്കാനുള്ള ശക്തിയുണ്ട്, കഴിവുണ്ട്, അമാനുഷികമായ കഴിവുകളുണ്ട്. പക്ഷേ ഈ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കണമെന്നും അതുപോലെ തന്നെ ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഒരു കാര്യങ്ങളും എനിക്ക് അറിയണ്ട എന്നുള്ള ഒരു നിഷേധാത്മകമായ നിലപാടാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ കുട്ടികൾ മാറിയിരിക്കുകയാണ്. SSLCക്കും +1-നും ഒക്കെ മാർക്ക് കുറയുമ്പോൾ, അച്ഛനമ്മമാർ വഴക്ക് പറയുമ്പോൾ, രാത്രിക്ക് രാത്രി തന്നെ തൻ്റെ ബാഗും എടുത്തുകൊണ്ട് ഭവനം വിട്ടുകൊടുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം മൂലം അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് അതിന് അഡിക്റ്റ് ആകുന്ന മാറുന്ന ഒരു തലമുറയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നാൽ ഈ സന്ദേശങ്ങൾ കൈമാറുമ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയൊരു മീഡിയ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണാണ്. ആ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് നമ്മൾ മറ്റ് അഭിപ്രായങ്ങൾ കൈമാറുന്നത്. ക്ലാസ്സുകൾ പോലും സോഷ്യൽ മീഡിയയിൽ ഈ മൊബൈൽ ഫോണിൽ കൂടെ നടക്കുന്നത്. അതാണ് യഥാർത്ഥ സത്യം. പക്ഷേ അതിൻ്റെ ദുരുപയോഗം മൂലം ഇന്നത്തെ തലമുറ ഈ ലോകത്തിനെ അഭിമുഖീകരിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അത് ലോകത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു യുവതലമുറയാണ് നമ്മളിന്ന് കാണുന്നത്. കാര്യങ്ങളെ നേരിടാൻ കഴിവില്ലായ്മ, സ്വന്തമായി അഭിപ്രായം പറയാൻ കഴിവില്ലായ്മ, വേണ്ടാത്തതിനെ നോ എന്നും വേണ്ടതിനെ യെസ് എന്നും പറയാൻ കഴിവില്ലായ്മ, ഇതൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഭൂരിഭാഗത്തിനെയും ബാധിച്ചിരിക്കുന്ന ഒരു വലിയൊരു രോഗമാണ്, ഒരു പ്രശ്നമാണ്. ഇത് മാതാപിതാക്കൾ അറിയണം. എന്തുകൊണ്ടാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾ, തങ്ങളുടെ തലമുറ നശിച്ചു പോകാൻ കാരണം? ഇന്ന് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ എല്ലായിടത്തും കാണുന്ന ഒരു പ്രവണതയാണ് 11, 12, 13, 14 വയസ്സൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണ്, കുഞ്ഞുങ്ങൾ ഒളിച്ചോടി പോവുകയാണ്, തൻ്റെ ഭവനത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല. പല കുട്ടികളോടും ചോദിച്ചു കഴിഞ്ഞാൽ നിരാശയാണ്. മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അടിമയാകുന്ന കുഞ്ഞുങ്ങളാണ് ഇന്നിപ്പോൾ കൂടുതലുള്ളത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, വീട്ടിൽ സമാധാനമില്ല, വീട്ടിൽ സന്തോഷമില്ല. പല കുഞ്ഞുങ്ങളോടും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും തങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നില്ല, വീട്ടിൽ നിന്ന് തങ്ങൾക്കൊരു കരുതൽ കിട്ടുന്നില്ല, തങ്ങൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ ആരോടും പറയാൻ കഴിയുന്നില്ല, തുറന്നു പറയാൻ കഴിയുന്നില്ല. ഇതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ആകത്തുക, ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ വന്ന് കൂടുമ്പോൾ സ്വസ്ഥതയില്ലായ്മ, ഹൈപ്പർ ടെൻഷൻ, മാനസികമായ വിഷയങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് കുഞ്ഞുങ്ങളെ മയക്കുമരുന്നിന് അടിമയാകുന്നത്. ഇതിനൊക്കെ ഒരു പരിധിവരെ മാതാപിതാക്കളും കുറ്റക്കാർ തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കാനും അവരോടൊത്ത് സംസാരിക്കാനും അവരോടൊത്ത് സമയം ചെലവഴിക്കാനും അവരോടൊത്ത് പുറത്തൊക്കെ പോയി കറങ്ങാനും ഒന്നും മാതാപിതാക്കൾക്ക് കഴിയാതിരിക്കുമ്പോൾ, അവരിൽ നിന്നും അവരർഹിക്കുന്ന ഒരു സ്നേഹം കിട്ടാതിരിക്കുമ്പോൾ, ആ സ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവരിലേക്ക് പരക്കം പായുന്ന കുഞ്ഞുങ്ങളാണ് ഇന്ന് കാണുന്നത്. അതുകൊണ്ടാണ് എപ്പോഴിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് എന്നൊരു സംവിധാനം ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചെറുപ്പക്കാർക്കെല്ലാം ഓരോ ഗേൾ ഫ്രണ്ട്. 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തന്നെ ഗേൾ ഫ്രണ്ട് ഉണ്ട്. ജോലി ചെയ്യാൻ വരുന്ന കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഗേൾ ഫ്രണ്ട് വരും, അവരെ ആക്കിയിട്ട് തിരിച്ചു. അപ്പൊ ഇന്നത്തെ സമൂഹം ഒരു വെസ്റ്റേൺ കൾച്ചറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വെസ്റ്റേൺ കൾച്ചർ എന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വെസ്റ്റേൺ കൾച്ചറിന് വേറൊരു സവിശേഷതയുണ്ട്. അവിടുത്തെ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കുവാൻ വേണ്ടി അച്ഛനമ്മമാർ അവരെ തുറന്നുവിടും. അവർ ജോലി ചെയ്ത് സ്വന്തമായിട്ട് അവർ ജീവിക്കും. അതാണ് വെസ്റ്റേൺ കൾച്ചർ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള തൻ്റെ ഭാവി വധുവിനെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ഒരു സംവിധാനം ആ വെസ്റ്റേൺ കൾച്ചറിലുണ്ട്. കാരണം 18 വയസ്സ് കഴിഞ്ഞാൽ അച്ഛനമ്മമാർ സമ്പാദിച്ചു വെച്ചതിനോടൊന്നും അവർക്ക് താല്പര്യവുമില്ല, അവരതിനെ സമ്പാദിച്ച് വെക്കത്തുമില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ പറയുന്ന അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്നൊരു ചോദ്യം ഇവിടുത്തെ കുഞ്ഞുങ്ങളുണ്ടാവും. അതാണ് കേരളത്തിൻ്റെ സംസ്കാരം. അപ്പൊ ഈ സംസ്കാരത്തിൽ ഊന്നിയാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ അണുകുടുംബം, ഒരു വീട്ടിലെ 1 or 2 കുട്ടികളെ ഉള്ളൂ, ചിലരുടെ അടുത്ത് ഒരു കുട്ടി മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയും അവരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ആരോട് സംസാരിക്കും? ഇത് ആരോട് പറയും? അച്ഛനമ്മമാർ ചിലപ്പോൾ തമ്മിൽ വഴക്കായിരിക്കും, തമ്മിൽ പിടക്കമായിരിക്കും, അവരുടെ കൾച്ചർ വേറൊന്നായിരിക്കും, അവർ കുടുംബത്തിൽ സമാധാനമില്ലാതെ ജീവിക്കുന്നവരായിരിക്കും, സാമ്പത്തികമായി ഭദ്രത ഉണ്ടാകത്തില്ല. ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ ശിഥിലമായ ജീവിതത്തിന് കാരണമാകും. മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അടിമയാകുന്ന കുഞ്ഞുങ്ങളെ, അതുപോലെ
ഈ ടെററിസ്റ്റുകളാകുന്ന കുഞ്ഞിലെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ, അവരുടെ മാനസിക നില പരിശോധിച്ചാൽ, അവരുടെ ചോദിച്ചാൽ അവർക്ക് സമാധാനം എന്താണെന്നോ സ്നേഹം എന്താണെന്നോ ഒന്നും അവർക്കറിയാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം സുഖലോലുപതയിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഉപരി സുഖലോലുപതയിൽ വൈറ്റ് കോളർ ബിസിനസ് മാത്രമാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ആ വൈറ്റ് കോളർ ബിസിനസ് നേടാനുള്ള സംവിധാനങ്ങളിലേക്ക് അവർ പോകും. അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള മാർഗങ്ങളും അവർ തിരഞ്ഞെടുക്കും. സാമ്പത്തികമായിട്ട് ഉന്നത നിലയിൽ കുഞ്ഞുങ്ങൾ എത്തിച്ചേരണമെന്ന് എല്ലാ അച്ഛനമ്മമാരുടെ ആഗ്രഹം. പക്ഷെ ഒന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ അഭിരുചി നമ്മൾ നോക്കണം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ സ്കൂളിൽ ടീച്ചർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 5ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു പഠിക്കുമ്പോൾ ടീച്ചർ വന്ന് എന്നോട് ചോദിച്ചു, എന്നോട് മാത്രമല്ല കുട്ടികളോട് എല്ലാവരോടും ചോദിച്ചു, നിനക്കാരാകണം, നിങ്ങൾക്കാരാകണം, മോക്കാരാകണം? അവരെല്ലാം പറഞ്ഞു ഡോക്ടർ, എഞ്ചിനീയർ. എല്ലാവരും പറഞ്ഞു. അന്ന് നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ വയ്യാത്തതോ നമ്മൾ പറഞ്ഞു ഡോക്ടർ, എഞ്ചിനീയർ. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ ഒരു കുട്ടി മാത്രം പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛനെ പോലെ ഒരു ഡ്രൈവർ ആകണം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് മാത്രമേ അതിനുള്ളൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ചുമ്മാ അങ്ങ് തട്ടിവിട്ടതാ, ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം എന്നൊക്കെ. അത് വീട്ടിൽ അച്ഛനമ്മമാർ പറയുന്നത് കേട്ട് പറയുന്നതാ. ഇന്ന് അതിനേക്കാളൊക്കെ കാലം മാറി, കോമ്പറ്റീഷനാണ്. അയലത്തെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഡോക്ടറാകുമ്പോൾ എൻ്റെ കുട്ടിയും ഡോക്ടറാകണം. പക്ഷേ നോ, ഇങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അഭിരുചി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം 10ാം ക്ലാസ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം ആ കുഞ്ഞിൻ്റെ ടേസ്റ്റ് എന്താണ്. അവർക്ക് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസം, ടെക്നിക്കൽ വിദ്യാഭ്യാസമാണോ കൊടുക്കേണ്ടത് അതോ മറ്റുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസമാണോ കൊടുക്കേണ്ടതെന്ന് 10ാം ക്ലാസ് ആകുമ്പോഴേ നമ്മൾക്കറിയാം. എന്നാൽ അതിന് വിപരീതമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ മറ്റുള്ള പാഠ്യപദ്ധതികളിലേക്ക് കടത്തിവിടുമ്പോൾ അവരുടെ ബുദ്ധിക്ക് അതീതമായ പഠനം ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അവർ നിൽക്കും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് വിടണം. ചില കുട്ടികൾക്ക് പാട്ട് പാടാനായിരിക്കും ആഗ്രഹം, ഡാൻസ് കളിക്കാനായിരിക്കും ആഗ്രഹം, അതുപോലെ ടെക്നിക്കൽ ഫീൽഡിലേക്ക് പോകാനായിരിക്കും ആഗ്രഹം. അങ്ങനെയെങ്കിൽ അവരെ അങ്ങനെ തന്നെ വിടണം. നമ്മൾ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവരതിനുള്ള അഭിപ്രായം പറയും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ അപ്പനമ്മമാരെ അനുസരിക്കണം. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ് അവർ പറയുന്നത്. അതായത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ കയറുമ്പോൾ തന്നെ, ഇന്ന് +2 എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രീ ഡിഗ്രിയാണ്. ആ +2 കയറുമ്പോൾ തന്നെ തൻ്റെ ഒരു ജീവിത പങ്കാളിയെ കൂടെ കൊണ്ട് നടക്കുന്നതിൻ്റെ കൂട്ടാണ് ഇന്നത്തെ സ്കൂൾ കുട്ടികൾ കൊണ്ട് നടക്കുന്നത്. ചിലപ്പോൾ അത് മറ്റു പല വിഷയങ്ങളിലേക്കും ആകും. +2 കഴിയുമ്പോൾ അത് ആത്മഹത്യയിലേക്ക് മാറും, ചിലരൊക്കെ ഒളിച്ചോടും. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങളുടെ അപ്പനമ്മമാരുടെ ഹൃദയവേദന. ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് തൻ്റെ ജീവനായി സ്നേഹിച്ച് തൻ്റെ സമ്പാദ്യം മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിച്ച് അവസാനം +2 ഒക്കെ ആയി, ഡിഗ്രി ഒക്കെ ആയി, തനിക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയുടെ കൂടെ ഒളിച്ചോടി പോകുമ്പോൾ ഒരച്ഛൻ്റെ അമ്മയുടെയും മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഇരിക്കുന്ന ഓരോ കുട്ടികളും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ അത് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴേ പറ്റത്തുള്ളൂ. കുട്ടികളെ മാനസിക ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി അച്ഛനമ്മമാർ വളർത്തണമെങ്കിൽ ആ വീട്ടിൽ അതിനുള്ള അന്തരീക്ഷം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ തലമുറ തെറ്റുകളിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തെറ്റുകളിലേക്ക് വഴുതിക്കൊണ്ടിരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലൊക്കെ ഉണ്ട്. ചെറുപ്പത്തിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ 14 വയസ്സ് 15 വയസ്സൊക്കെ ആകുമ്പോൾ കുറ്റവാസനകൾ കൂടും, അച്ഛനമ്മമാരെ നിഷേധിക്കാനുള്ള പ്രവണത കൂടും. അങ്ങനെ പല രീതികളിലും കുഞ്ഞുങ്ങളായിത്തീരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ കണ്ട് പകച്ചു നിൽക്കാനേ കഴിയത്തുള്ളൂ. പെൺകുട്ടികളുടെ കാര്യമാണ് തന്നെ, അച്ഛനമ്മമാരെ അനുസരിക്കാതെ കണ്ണി കാണുന്നവരുടെ കൂടെ പോവുക. ഇന്ന് കണ്ട അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് കണ്ട അല്ലെങ്കിൽ ഒരു വർഷം കാണുന്ന കുട്ടികളുടെ കൂടെയൊക്കെ തന്നെ തങ്ങളുടെ ജീവിത സഖിയായിട്ട് അങ്ങ് പോവുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ കേരളത്തിലെ ജീവിതം നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അവസാനം കുട്ടികൾക്ക് വിഷയങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് അവരുടെ മാനസികാവസ്ഥ എൻ്റെ അച്ഛനും അമ്മയും അടുത്തുണ്ടായിരുന്നെങ്കിൽ ഒന്ന് തോന്നുന്നത്. ഒരച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം തരാൻ മറ്റാർക്കും കഴിയത്തില്ല. ഒരച്ഛനും അമ്മയും സ്നേഹിക്കുന്ന പോലെ മറ്റാർക്കും സ്നേഹിക്കാൻ പറ്റത്തില്ല. കൂട്ടുകാരികളൊക്കെ കൂടുണ്ടായിരിക്കാം, സഹായങ്ങൾ ചെയ്യാനുണ്ടായിരിക്കാം. എന്നാൽ ഒരപ്പനും അമ്മയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന എങ്ങനെയാണോ അതുപോലെ മറ്റാർക്കും സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അപ്പനും അമ്മയും
സ്നേഹത്തോടു കൂടെ തന്നെ വളർത്തണം. വീട്ടിൽ അതിനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കരുത്. അപ്പനും അമ്മയും തമ്മിലുള്ള സംസാരമാണ് കുട്ടികൾ കേട്ടുന്നതും അവളുടെ ഹൃദയത്തിലേക്ക് വരുന്നതും. ജനനം മുതലേ തന്നെ കുഞ്ഞുങ്ങളുടെ ആ വാസന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പാട്ടുകാരി കുട്ടികളൊക്കെ ഉണ്ടാകുന്നതെന്ന് പാട്ടുകാരുകളൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ജന്മവാസനകളുടെ ആ ഒരു സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഇന്നിൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ വീണ്ടും പറയാം, അപ്പനെ അമ്മയെ ഒരിക്കലും നിഷേധിക്കരുത്. അപ്പനും അമ്മയും പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം, അവരെ സ്നേഹിക്കണം, അവരെ കരുതണം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അവർ പറയുന്ന ചിലപ്പോൾ വിദ്യാഭ്യാസമുള്ള ഇല്ലാത്ത അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും. അവർക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കഴിവുള്ളവരല്ല. കാരണം നിങ്ങളൊക്കെ ബ്രില്യൻ്റ് ആണ്. ഇന്നത്തെ തലമുറ മുഴുവൻ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാനും ഒക്കെയുള്ള കഴിവുണ്ട്. പക്ഷെ ഈ കഴിവുകളെ ഇന്നത്തെ കുട്ടികളെ സ്വയം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം മൂലം നമ്മളുടെ സർഗവാസനകളൊക്കെ നിൽക്കുക. പണ്ടൊക്കെ സർഗവാസന എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് സ്നേഹം തോന്നുമ്പോൾ, മറ്റൊരു കുട്ടികളുടെ അടുപ്പം തോന്നുമ്പോൾ നമ്മൾ പ്രേമലേഖനം എന്ന് പറയുന്ന ഒരു സംഭവം എഴുതുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയാം, നമ്മുടെ ഉള്ളിലുള്ള സർഗവാസനകൾ. കവിത എഴുതാൻ കഴിയുന്നവരാണെങ്കിൽ കവിതയിലൂടെ എഴുതും, പാട്ട് എഴുതാൻ കഴിയുന്നവരാണെങ്കിൽ പാട്ടിലൂടെ എഴുതും. അപ്പോൾ നമ്മുടെ സർഗവാസനകൾ നമ്മുടെ വിരൽത്തുമ്പിലൂടെ, പേനാത്തുമ്പിലൂടെ ആ പേപ്പറിലേക്ക് കവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ പുറത്തു വരും. എന്നാൽ ഇന്നതൊന്നുമില്ല, ഫോണിലൂടെയുള്ള മെസ്സേജുകളാണ്. അതുപോലെ പണ്ട് ഗ്രന്ഥശാലകളുണ്ടായിരുന്നു നമുക്ക് കുട്ടികൾക്ക് വായിക്കാൻ. ഇപ്പോഴും ഉണ്ട്, ലൈബ്രറികളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും അവിടെ ഒന്നും ഇരുന്ന് സമയം കളയാൻ ഇപ്പോൾ ആർക്കും വേണ്ടില്ല. കാരണം മുഴുവൻ കാര്യങ്ങൾ ഇപ്പം മൊബൈൽ ഫോണിലുണ്ട്. പത്രം വായിക്കാൻ നമ്മൾ മെനക്കെടാറില്ല, അതും മൊബൈൽ ഫോണിലുണ്ട്. അപ്പം നമ്മുടെ വായനാശീലം കുറയുന്നു, നമ്മൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് കുറയുന്നു. എല്ലാം ക്യാപ്സൂൾ പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ലോകത്തെ നിങ്ങൾ ഭയപ്പെടണം. ഈ ലോകം എന്താണെന്ന് നിങ്ങൾ കുട്ടികൾ ഓരോരുത്തരും അറിയണം. ഈ ലോകത്തിലെ തെറ്റിലേക്ക് പോകാവുന്ന സകല കാര്യങ്ങളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട്, നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. ഒരു നിമിഷം മതി നിങ്ങൾക്ക് തെറ്റിലേക്ക് പോകാൻ, ഒരു നിമിഷം മതി സാഹചര്യങ്ങൾ മാറിമറിയാൻ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അപ്പനും അമ്മയെയും അനുസരിക്കണം. അതുപോലെ അപ്പനമ്മമാരോട് വീണ്ടും പറയുക, കുട്ടികളെ സ്നേഹിക്കണം, കരുതണം, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ കൊടുക്കണം. അനാവശ്യമായ സാമ്പത്തികം അവർക്ക് കൊടുത്ത് സഹായിക്കരുത്. നിങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നിങ്ങൾ കുട്ടികളെ അറിയിക്കണം. പണ്ടൊരു അച്ഛനും അമ്മയും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് വളർന്നത്, ഒരു നേരത്തെ ആഹാരത്തിന് കഴിക്കാൻ വകയില്ലായിരുന്നു, അതിന് എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു പട്ടിണി അറിയരുത്. പക്ഷെ വളർന്നു വന്നപ്പോൾ കുട്ടികൾ വേറെ രീതികളിലേക്ക് മാറി എന്ന് പറയുന്നതിൻ്റെ പോലെ നമ്മുടെ ബുദ്ധിമുട്ടും നമ്മുടെ പ്രയാസവും സാമ്പത്തികമായ വിഷയങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. അവർ അറിഞ്ഞു തന്നെ വളരണം. എങ്കിലേ അവർക്ക് ആ ജീവിതത്തിനോടുള്ള സ്നേഹം ഉണ്ടാകത്തുള്ളൂ, ജീവിതത്തിനോടുള്ളൊരു പാഷൻ ഉണ്ടാകത്തുള്ളൂ. ഇന്നത്തെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം നിരാശയാണ്. ഓരോ ദിവസവും അവർക്ക് ടെൻഷനാണ്. ഓരോ ദിവസം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന അവർക്ക് അറിഞ്ഞുകൂടാ. അതിനുവേണ്ടി അവർ ഓരോ ദിവസവും ടൂർ പ്രോഗ്രാം, അവിടെ പോകണം, ഇവിടെ പോകണം. കാരണം ഈ ലോകത്തിൽ നിന്നും ഒളിച്ചോടാനുള്ള ഒരു പ്രവണത. ഈ ലോകത്തിൽ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ വിഷയങ്ങൾ തന്നെയുണ്ട്. എവിടെ നിങ്ങൾ ഒളിച്ചോടിയാലും നിങ്ങളുടെ മുന്നിൽ വിഷയങ്ങളുണ്ട്. എവിടെ നിങ്ങൾ ഒളിച്ചോടിയാലും ആ പ്രതിസന്ധികൾ നിങ്ങൾ തരണം ചെയ്തേ മതിയാകൂ. അതിനാണ് നമ്മളെ ഈ ഒരു ജോലിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ എന്തിനാ വെക്കുന്നത്? ചുമ്മാതെ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ ജോലിക്ക് ചെല്ലുമ്പോൾ അങ്ങ് വിളിച്ചങ്ങ് നിങ്ങളെ കയറ്റി കസേരയിൽ ഇരുത്തിയാൽ പോരെ. പക്ഷെ അതല്ല, നിങ്ങളതിന് കേപ്പബിൾ ആണോ എന്നറിയണം. നിങ്ങൾക്ക് വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിവുണ്ടോ എന്നറിയണം. നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നുണ്ടോ എന്നറിയണം. അതിനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടോ എന്നറിയണം. അതിനാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടോ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലാഞ്ഞിട്ടോ അല്ല. പ്രായോഗികമായ അറിവ് അത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമല്ല, പരന്ന വായനയിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ കാര്യങ്ങളെ അപഗ്രഥിക്കാനുള്ള സൂപ്പർ നാച്ചുറൽ കഴിവ് നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് നിങ്ങളെ വിനിയോഗിക്കണം. സോ ഇന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ കുഞ്ഞുങ്ങളോടാ പറയുന്നത്, അപ്പനമ്മമാരെ ബഹുമാനിക്കണം, അവരോട് കൂടെ ഇരിക്കണം, അവരോട് കൂടെ സംസാരിക്കണം, അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ പറയുന്നതനുസരിച്ചായിരിക്കണം മുമ്പോട്ട് നീങ്ങുന്നത്. അവർക്ക് തെറ്റുപറ്റിയെങ്കിൽ നിങ്ങൾ തിരുത്തണം, തിരുത്തി കൊടുക്കണം. അന്നേലേ നിങ്ങളുടെ ജീവിതം ശുഭകരമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. നിങ്ങൾ ഇന്നുമേൽ വായിക്കുന്ന വാർത്താ മാധ്യമങ്ങളുടെയും കേൾക്കുന്ന മാധ്യമങ്ങളുടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാം, ഒരുപാട് സംഭവങ്ങളാണ്. 75% സംഭവങ്ങളെല്ലാം നമ്മൾക്ക് വിരോധമുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. ഓരോ ദിനപത്രവും നിങ്ങൾ ന്യൂസ് പേപ്പർ എടുത്തു നോക്കിയാൽ
അതിന്റെ ഫ്രണ്ട് പേജ് നമുക്ക് വായിക്കാനേ പറ്റത്തില്ല, ബാക്കിൽ നിന്ന് വേണം വായിക്കാൻ. അതുപോലുള്ള വിഷയങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയകൾ. എന്തുകൊണ്ടെന്നാൽ അതാണ് സംഭവിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇത് വരുന്നത് നമ്മളെ ബോധവാന്മാരാക്കാൻ, നമ്മൾ അറിയാൻ വേണ്ടിയാണ് ഇന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത്. പക്ഷേ ആ കാര്യങ്ങൾ നടക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറണം, ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് അത് കയറണം. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവുകയാണ്. ഒരു കുട്ടിക്ക് +1 തോന്നുന്നു, ആ മാർക്ക് കുറഞ്ഞപ്പോൾ CCTV അതുണ്ടായിരുന്നു. ആ കുട്ടി വീട്ടിൽ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് രാത്രി 11-12 മണിക്ക് തന്റെ ബാഗ് എടുത്തുകൊണ്ട് പോവുക. എവിടെ പോകണമെന്ന് അറിഞ്ഞൂടാ. CCTV എന്റെ പിക്ചർ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം എഴുന്നേറ്റ് അച്ഛനും അമ്മ എഴുന്നേറ്റ് നോക്കുമ്പോൾ കുഞ്ഞില്ല. വഴക്ക് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്, പക്ഷെ കുഞ്ഞുങ്ങളില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്. സോ ഒരുമിച്ച് അച്ഛനും അമ്മയും ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ മുന്നോട്ട് പോകുമ്പോൾ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങള് അച്ഛനമ്മമാരുടെ സ്നേഹത്തോടെ പെരുമാറണം. നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളിലേക്ക് അത് തന്നെ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം. അതുപോലെ കുഞ്ഞുങ്ങളുടെ അഭിരുചിക്കുള്ള വിഷയങ്ങളായിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത അച്ഛനമ്മമാർ ചെയ്യേണ്ട, അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഠന പദ്ധതിയിലേക്ക് കുഞ്ഞുങ്ങളെ ഒരിക്കലും ഇടരുത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ പ്രശ്നങ്ങളൊന്നും കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് പറയാനിടയാകരുത്. അവരോട് പറയേണ്ടത് പഠിക്കുന്ന വിഷയങ്ങളും അതുപോലുള്ള കാര്യങ്ങളും നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ ഒരു ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അവരോട് പറയാം. അത് പറയുമ്പോഴാണ് അവരും ആ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളിലും അവർക്കത് മുൻകൂട്ടി അറിവുള്ളതാണ്. അങ്ങനെയുള്ള തലമുറകളായി ഇന്ന് ജനിച്ച് വരുന്നത്. ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കണം, അച്ഛനമ്മമാരെ സ്നേഹിക്കണം, അതുപോലെ കുഞ്ഞുങ്ങളെ തിരിച്ച് സ്നേഹിക്കണം. അങ്ങനെ സ്നേഹത്തിലൂടെ മാത്രമേ നമുക്കിങ്ങനെ ഒരു ഉയർന്ന നിലവാരത്തിലുള്ള തലമുറ ഉണ്ടാകത്തുള്ളൂ. എല്ലാ കാര്യങ്ങളിലും ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം, വേണ്ടാത്ത കാര്യങ്ങൾക്ക് നോ എന്ന് പറയാനും വേണ്ടുന്ന കാര്യങ്ങൾക്ക് എസ് എന്ന് പറയാനും ഉള്ള ഒരു ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ ജീവിതത്തെ മുന്നേറാൻ പറ്റത്തുള്ളൂ. ഏത് സാഹചര്യം നിങ്ങളുടെ മുന്നിൽ വന്നാലും പതറരുത്, കാലുറച്ച് തന്നെ നിൽക്കണം. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ഏത് വിഷയം നമ്മുടെ മുന്നിൽ വരുന്നോ അതൊക്കെ മാറിപ്പോകും. കാരണം എന്താന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു പവറിലാ എന്നെയും നിങ്ങളെയും ഒക്കെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സൂപ്പർ നാച്ചുറൽ പവറിൽ തന്നെ നിങ്ങൾ നിൽക്കണം, പഠിക്കണം, പഠിക്കുന്ന വിഷയങ്ങൾ ഹൃദയസ്ഥമാക്കണം, ഉയർന്ന മാർഗോടുകൂടെ നിലവാരത്തിലേക്ക് നിങ്ങൾ ഉയരണം. സോ നിങ്ങൾക്കെല്ലാം ഒരു ഗുഡ് ബൈ തരികയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.